ജീവിതത്തിൽ ചില സ്ത്രീകളെ കാണുമ്പോൾ അവരെക്കുറിച്ച് അധികം അറിയാതെ തന്നെ ഒരു ബഹുമാനവും ഒരു ഭയവും നമ്മളിലുണ്ടാകും. അവർ ശബ്ദമുയർത്തുന്നില്ല, അവർ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല. പക്ഷേ അവരുടെ സാന്നിധ്യം മാത്രം മതി. ആർക്കും അവരെ ലഘുവായി കാണാൻ ധൈര്യമുണ്ടാകില്ല. നിങ്ങളും അങ്ങനെ ഒരാളാകണമോ? അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിരിക്കണം. ഭയം എന്നതെന്താണ്? ആളുകൾ നിങ്ങളെ ഭയപ്പെടുന്നത് നിങ്ങൾ കരയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കോപമുള്ളതുകൊണ്ടോ അല്ല. നിങ്ങൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാം. പക്ഷേ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുടെ മുന്നിൽ എല്ലാവരും അല്പം പിന്നോട്ടു നിൽക്കും. അതാണ് ഭയം. അതിനാൽ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ എല്ലാം എല്ലാവർക്കും കാണിക്കേണ്ടതില്ല. ചിലത് നിങ്ങളിൽ മാത്രം വയ്ക്കുക. നിങ്ങൾ അധികം സംസാരിക്കുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, അധികം സംസാരിക്കുന്ന ആളെ ആരും ഭയപ്പെടില്ല. പക്ഷേ ശാന്തമായി ഇരിക്കുന്ന ഒരാളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും. ഇവൾ എന്താണ് ചിന്തിക്കുന്നത്? ഈയൊരു സംശയം തന്നെ ഭയത്തിന്റെ ആദ്യ പടിയാണ്. അതിനാൽ ഓരോ കാര്യത്തിലും പ്രതികരിക്കരുത്. എല്ലാത്തിനും മറുപടി പറയേണ്ടതില്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കുക തന്നെ ശക്തിയാണ്. അൺപ്രഡിക്റ്റബിൾ ആവുക. എപ്പോഴും ഒരേപോലെ പെരുമാറുന്ന ആളെ ആർക്കും ഭയമില്ല. കാരണം വലത്തേക്ക് ചൂണ്ടുന്ന ചൂണ്ടുവിരൽ അവരെ പ്രവചിക്കാൻ എളുപ്പമാണ്. പക്ഷേ ചിലപ്പോൾ സംസാരിക്കുക, ചിലപ്പോൾ മിണ്ടാതിരിക്കുക, ചിലപ്പോൾ ദൂരെയിരിക്കുക. നിങ്ങളെ ആരും മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ അവിടെ ഭയം തുടങ്ങും. അടുത്ത പോയിന്റ്, സ്വയം ബഹുമാനിക്കാൻ പഠിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ വിലമതിക്കുന്നുണ്ടോ? നിങ്ങളെ നിങ്ങൾ ബഹുമാനിക്കാത്തപ്പോൾ ആരും നിങ്ങളെ ബഹുമാനിക്കില്ല. നിങ്ങളുടെ സമയം വിലമതിക്കുക. നിങ്ങളുടെ മനസ്സ് സംരക്ഷിക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്നവരിൽ നിന്ന് മാറി നിൽക്കുക. സ്വയം ബഹുമാനിക്കുന്ന സ്ത്രീയെ ആരും താഴ്ത്താൻ കഴിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ ചെറുതാക്കി സംസാരിക്കരുത്. ഓർത്തുനോക്കൂ, നമ്മൾ നമ്മളെ തന്നെ വിലവച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ നമുക്ക് വില തരും? അടുത്ത പോയിന്റ്, പറയേണ്ടിടത്ത് കൃത്യമായി നോ പറയാൻ പഠിക്കുക. നിങ്ങളെല്ലാറ്റിനും ശരി പറയുന്ന ആളാണോ? എങ്കിൽ ആരും നിങ്ങളെ ബഹുമാനിക്കില്ല. നോ പറയാൻ അറിയാത്തവരെ ലോകം ഉപയോഗിക്കും. പക്ഷേ തക്ക സമയത്ത് ഇല്ല പറയുന്ന സ്ത്രീയെ ആരും പരീക്ഷിക്കാൻ പോലും ശ്രമിക്കില്ല. അടുത്ത പോയിന്റ്, പ്രസൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ്. നിങ്ങളൊരു മുറിയിൽ കടന്നുവരുമ്പോൾ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ ശരീരഭാഷയും നിലപാടുമാണ്. തല ഉയർത്തി നടക്കുക, നേരെ നിൽക്കുക, കണ്ണുകൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു നോക്കുക. ഇവയാണ് ബഹുമാനം നേടാനുള്ള ആദ്യ അടയാളങ്ങൾ. വേഷധാരണം. നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആദ്യ ഇംപ്രഷൻ നൽകുന്നു. വൃത്തിയുള്ളത്, ശരിയായ ഫിറ്റുള്ളത്, ലളിതവും സുന്ദരവുമായത്. ഇത് ഞാൻ എനിക്ക് വിലയുണ്ട് എന്ന സന്ദേശം നൽകും. നിങ്ങളുടെ നിലപാടും വേഷവും നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തും. കണ്ണുകളുടെ ശക്തി. നിങ്ങളുടെ കണ്ണുകൾ ഒരു സാധാരണ ഭാഗം അല്ല. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ശബ്ദമാണ്. നിങ്ങൾ പറയാത്ത സത്യങ്ങളുടെ പ്രതിഫലനമാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കൂ. നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കാൻ കഴിയുന്നുണ്ടോ? കാരണം കണ്ണിൽ നോക്കുന്നത് വെറും നോക്കൽ അല്ല, അത് ഒരു സന്ദേശമാണ്. ഞാൻ ഭയപ്പെടുന്നില്ല. പലർക്കും അത് കഴിയില്ല. അവർ മുഖം തിരിക്കും, അവർ താഴേക്ക് നോക്കും. എന്തുകൊണ്ട്? കാരണം അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ വിശ്വാസമില്ല. ഓർക്കുക, കണ്ണിൽ നോക്കാൻ കഴിയാത്തവൻ ഇതിനകം തന്നെ മനസ്സിൽ തോറ്റവനാണ്. പക്ഷേ ഒരു സ്ത്രീ ശാന്തമായി ഒന്നും പറയാതെ കണ്ണിൽ ഉറച്ചു നോക്കുമ്പോൾ അത് ഒരു മുന്നറിയിപ്പാണ്. എന്നെ ലഘുവായി കാണരുത്. അത് ഒരു ശക്തിയാണ്. വാക്കുകളില്ലാത്ത ശക്തി. നിങ്ങൾ അധികം സംസാരിക്കേണ്ടതില്ല, വാദിക്കേണ്ടതില്ല. നിങ്ങളുടെ കണ്ണുകൾ തന്നെ സംസാരിക്കട്ടെ. ഒരു കാര്യവും ഓർക്കുക, ആളുകൾ നിങ്ങളുടെ വാക്കുകൾ മറക്കും, പക്ഷെ നിങ്ങൾ അവരെ നോക്കിയ രീതി ഒരിക്കലും മറക്കില്ല. ഒരാൾ ഭയപ്പെടേണ്ട സ്ത്രീയാകുന്നത് ശബ്ദം ഉയർത്തുന്നതിലൂടെയല്ല, സ്വന്തം മൂല്യം മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഓർക്കുക, നിങ്ങൾ ശാന്തമായിരിക്കുമ്പോഴും ശക്തിയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ശക്തിയുണ്ട്. നിങ്ങൾ ഇല്ല പറയുമ്പോഴും ശക്തിയുണ്ട്. നിങ്ങൾ മാറുമ്പോൾ ലോകം നിങ്ങളെ കാണുന്ന രീതിയും മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് മറ്റൊരാൾക്കും സഹായകരമാകും. ഷെയർ ചെയ്യൂ.